എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവൻ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവൻ ഇന്ന് നിങ്ങളുടെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും കുടുംബത്തിലേക്കും ജീവജലം പകരുന്നു. കർത്താവ് ജീവൻ്റെ ഉറവിടമാണ്. ജീവൻ്റെ ഉറവിടമാണ്. നിങ്ങൾക്ക് ജീവനില്ലെന്നും നിങ്ങൾ ക്ഷീണിതനാണെന്നും നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ജീവൻ നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നു. നിങ്ങളെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്താൻ തക്ക കൃപ ഇപ്പോൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. യെശയ്യാവ് 27:3 കർത്താവ് പറയുന്നു, യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും. യഹോവയായ ഞാൻ നിന്നെ സൂക്ഷിക്കും. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. എപ്പോഴൊക്കെ നീ തളർന്നു പോകുന്നുവോ, എപ്പോഴൊക്കെ നിന്റെ ജീവിതം വാടിപ്പോയതുപോലെ ആയിത്തീരുന്നുവോ, ഞാൻ നിന്നെ നനയ്ക്കും. ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ നിന്നെ രാവും പകലും സംരക്ഷിക്കും. ഞാൻ നിന്നെ രാവും പകലും സംരക്ഷിക്കും. നീ ഉറങ്ങുമ്പോൾ പോലും ഞാൻ ഉണർന്നിരുന്ന് നിന്നെ സംരക്ഷിക്കും. ഞാൻ നനച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഗ്രാമത്തിൽ ഭൂമിയുള്ള ഒരാളുണ്ടായിരുന്നു. എൻ്റെ വലിയച്ഛൻ ആ ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലെ പ്രധാനാധ്യാപകനായിരുന്നു. രാത്രി 9 മണിയോടെ അദ്ദേഹം വീട്ടിലെത്തും. അപ്പോൾ എൻ്റെ വല്യപ്പൻ ചോദിക്കും, ഗൗണ്ടറെ, ഈ സമയത്ത് പാഠം നോക്കാൻ വന്നതാണോ എന്ന് അദ്ദേഹം ചോദിക്കും. കൗണ്ടർ പറഞ്ഞു, എനിക്ക് രാത്രി ഉണർന്നിരിക്കണം. കാരണം രാത്രിയിലാണ് കരണ്ട് വരുന്നത്. അതൊക്കെ ആ കാലത്താണ്. അപ്പോഴാണ് മോട്ടോർ പമ്പുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് കിണറ്റിലെ വെള്ളം എൻ്റെ പാടങ്ങളിലേക്ക് ഒഴുകുന്നത്. അതുകൊണ്ട് വെള്ളം കൃത്യമായി എത്തുന്നുണ്ടോ എന്ന് ഓരോ സ്ഥലവും പാടവും നോക്കി ആ തോടുകൾ കൃത്യമായി ഒഴുകാൻ സൗകര്യമൊരുക്കി അതിലെ കളകളൊക്കെ മാറ്റി എല്ലാ ചെടികൾക്കും എല്ലാ വിളകൾക്കും വെള്ളം കൃത്യമായി എത്താൻ ഞാൻ രാത്രി മുഴുവൻ ഉണർന്നിരിക്കണം. എൻ്റെ ജീവിതം തന്നെ രാത്രിയാണ്. എൻ്റെ മക്കളെ നോക്കുന്നത് പോലെയാണ് ഞാൻ ഈ വിളകളെ നോക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ കുടുംബം വഴി എത്രയോ കുടുംബങ്ങൾ ആഹാരം കഴിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരമൊരു ഭൂമിയുടെ ഉടമ പറഞ്ഞു, പ്രവർത്തിച്ചു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉടമയായ കർത്താവായ യേശു എത്രത്തോളം പ്രവർത്തിക്കും? കർത്താവ് പറയുന്നു, ഞാൻ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുന്നില്ല. ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും. നിന്റെ വിളവിനെയും കാത്തു സൂക്ഷിക്കും. നിനക്കുള്ളതെല്ലാം കാത്തു സൂക്ഷിക്കും. ഇടവിടാതെ ഞാൻ നിന്നെ നനച്ചുകൊണ്ടിരിക്കും. നീ വാടിപ്പോകാതിരിക്കേണ്ടതിനും നശിച്ചു പോകാതിരിക്കേണ്ടതിനും നിന്നെ സംരക്ഷിക്കും. രാവും പകലും ഞാൻ നിന്നെ കാത്തുകൊള്ളും. ഈ ദിവസവും കർത്താവ് അതുപോലെ ചെയ്യും. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം കർത്താവ് എന്ന് പറയൂ. അങ്ങ് എൻ്റെ കൂടെയുണ്ടല്ലോ അപ്പാ. എന്നെ രക്ഷിക്കാനും എനിക്ക് ഇടയ്ക്കിടെ വെള്ളം നനയ്ക്കാനും എനിക്ക് നാശം സംഭവിക്കാതെ എന്നെ കാത്തു സൂക്ഷിക്കാനും രാവും പകലും എന്നെ കാത്തു പരിപാലിക്കാനും അങ്ങ് എന്നോടൊപ്പമുണ്ട്. അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറയൂ. ആ ഭാഗ്യം ഇപ്പോൾ അനുഭവിക്കൂ. കർത്താവ് അത് ചെയ്യുന്നു. ഈ ജീവൻ്റെ ഉറവിടം നിങ്ങളിലേക്ക് വരുമ്പോൾ രക്ഷയുടെ നദി നിങ്ങളിലേക്ക് ഒഴുകുന്നു. രക്ഷയുടെ നദി. പാപം ഒരു വശത്ത്. ഈ ലോകത്തുള്ളിടത്തോളം കാലം പാപം വന്നുകൊണ്ടേയിരിക്കും. പാപമോഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പാപശാപം വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ കർത്താവോ ജീവജലത്തിൻ്റെ നദി അയച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധ നദി നിങ്ങളിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്നു. യെശയ്യാവ് 12:3 പ്രകാരം നിങ്ങൾ രക്ഷയുടെ ഉറവകളിൽ നിന്ന് സന്തോഷത്തോടെ വെള്ളം കോരും. യെഹെസ്കേൽ 36:25 നിങ്ങളുടെ മേൽ ഞാൻ നിർമ്മല ജലം തളിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. നിങ്ങൾ നിർമ്മലരായിത്തീരും എന്നു യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഈ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കൂ. കർത്താവിൻ്റെ ജീവജലത്തിൻ്റെ നദി, ശുദ്ധീകരിക്കുന്ന നദി ഇപ്പോൾ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ഇപ്പോൾ നിങ്ങളെ വിടുവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പാപശീലങ്ങളും പാപചിന്തകളും പാപമോഹങ്ങളും പാപശാപങ്ങൾ പഴയ പാപങ്ങളുടെ കുറ്റബോധങ്ങൾ എല്ലാം പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മദ്യപാനം എല്ലാം പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നന്ദി യേശുവേ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ ഇറങ്ങുന്നു. രാജാവായ കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നു. രഘുപതി, നിങ്ങൾക്ക് ചെവിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ജീവിതത്തിൽ ശരീരത്തിൽ പാപം. യേശു നിങ്ങളെ വിടുവിക്കുന്നു. കർത്താവ് വിടുവിക്കട്ടെ, സുഖപ്പെടുത്തട്ടെ, വിശുദ്ധീകരിക്കട്ടെ.
ഈ പാപങ്ങൾ ഇനി വരരുത്, ആർക്കും വരരുത്. അവരെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കൂ. ജീവജലത്തിൻ്റെ നദി അയച്ച് ശുദ്ധീകരിക്കൂ കർത്താവെ. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അടുത്തതായി രക്ഷയുടെ ഉറവകൾ. ആമോസ് 5:24 പ്രകാരം ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. നീതിയുടെ ഉറവിടം. എല്ലാം നീതിയോടെ നിങ്ങൾക്ക് ചെയ്യപ്പെടും. എനിക്ക് അനീതി സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ന്യായത്തെ വെള്ളം പോലെ അയക്കും, നീതിയെ വറ്റാത്ത നദി പോലെ നിന്റെ മേലെ അയക്കും. യേശുവിൻ്റെ നാമത്തിൽ അത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലൂക്കോസ് 18:7-8 കർത്താവ് അരുളി ചെയ്യുന്നു, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. കർത്താവ് ന്യായവും നീതിയും നിങ്ങൾക്ക് വെള്ളം പോലെ യേശുവിൻ്റെ നാമത്തിൽ അയക്കുന്നു. എല്ലാ അനീതിയും എല്ലാ അന്യായവും നിങ്ങളെ വിട്ടുമാറട്ടെ. എല്ലാം ശരിയായി നടക്കാനും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാനും ന്യായമായ നീതി വരാനും യേശുവിൻ്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു. വിടുതൽ ലഭിക്കട്ടെ അപ്പ. ഉടനെ അങ്ങയുടെ മക്കൾക്ക് ജോലി ലഭിക്കാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ ഒന്നിച്ചു ചേരാൻ ഇടയാക്കണമേ. പണം വരാൻ ഇടയാക്കണമേ. കുറവുകൾ നീങ്ങാൻ ഇടയാക്കണമേ. അവർക്ക് അർഹമായ ഉയർച്ചകൾ വരാൻ ഇടയാക്കണമേ. അനുഗ്രഹിക്കണമേ അപ്പ. ഇത് ഉറപ്പാക്കിയതിന് നന്ദി. ആമേൻ. അടുത്തതായി പരിശുദ്ധാത്മാവിൻ്റെ ഉറവ, പരിശുദ്ധാത്മാവിൻ്റെ നദി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ എന്ന് യോഹന്നാൻ 7:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരോ അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ജീവജലത്തിൻ്റെ നദികൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് മറ്റുള്ളവർക്ക് ജീവൻ നൽകട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ജീവൻ നൽകട്ടെ. ജീവൻ നൽകുന്ന വചനം നിങ്ങളുടെ വായിലുണ്ടാകട്ടെ. ദേഷ്യവും നീരസവും എല്ലാം മാറി ജീവന്റെ വചനം ഇറങ്ങട്ടെ. നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കും. നിങ്ങളുടെ വായിലൂടെ അത്ഭുതങ്ങൾ നടക്കും. അതിനായി കർത്താവ് നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ. അടുത്തതായി കുടുംബജീവിതത്തിലെ ജീവജലം. യോഹന്നാൻ 4:14 പ്രകാരം കർത്താവ് നൽകുന്ന വെള്ളം ഒരിക്കലും നിങ്ങൾക്ക് ദാഹമുണ്ടാക്കാതെ ജീവനാൽ നിറഞ്ഞിരിക്കാൻ ഇടയാകട്ടെ. ജീവനാൽ നിറഞ്ഞിരിക്കാൻ ഇടയാകട്ടെ. ആ അനുഗ്രഹം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ കർത്താവേ, നിറയ്ക്കണമേ കർത്താവേ, നിറയ്ക്കണമേ. അങ്ങയുടെ മഹിമ വെളിപ്പെടട്ടെ. അവർ ജീവനുള്ളവരായിരിക്കട്ടെ കർത്താവേ. ദാഹമേ ഉണ്ടാകരുത്. ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ അപേക്ഷയ്ക്കും മറുപടി നൽകണമേ. വഴി ഇതാണെന്ന് അങ്ങ് പറയുന്ന ശബ്ദം അങ്ങയുടെ മക്കൾ കേട്ട് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയുവാനും പുതിയ ജീവൻ ലഭിക്കുവാനും ദയവായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാനിനി എന്തു ചെയ്യുമെന്ന് അവർ നിലവിളിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത്. സ്വർഗത്തിൽ നിന്നും മറുപടി വരട്ടെ. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നദി ഞങ്ങളിൽ ഒഴുകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂറും നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് തന്നെയാണ് യേശു വിളിക്കുന്നു ടെലഫോൺ പ്രെയർ ടവർ. അതിനൊപ്പം തന്നെ ഡയലപ്പ് പ്രെയർ എന്നൊരു സൗകര്യവുമുണ്ട്. നിങ്ങൾ ഫോൺ ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി എന്തു വേണമോ അത് ബട്ടൺ അമർത്തുമ്പോൾ എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കും. ആ ആവശ്യത്തിന് അനുയോജ്യമായ പ്രാർത്ഥന വരും. അതാണ് ഡയലപ്പ് പ്രെയർ. അതിനായി ഈ നമ്പറിലേക്ക് ഫോൺ ചെയ്യുക. നിങ്ങൾ ഫോൺ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷയെ ആ പ്രാർത്ഥന ലഭിക്കും. ആ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങൾക്ക് ഭാഗ്യം നൽകുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം നിങ്ങൾക്കായി നേരിട്ട് നിങ്ങളുടെ അപേക്ഷകൾ കേട്ട് വ്യക്തമായി നിങ്ങളോട് സംസാരിക്കാൻ ഒരു പ്രാർത്ഥനാ പടയാളി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. പ്രാർത്ഥനാ ഗോപുരത്തിൽ നിന്ന് 24 മണിക്കൂറും. ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. അതിനനുസരിച്ചുള്ള പ്രാർത്ഥനാ പടയാളികൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഫോൺ ചെയ്യുക. എല്ലാവർക്കും ഈ നമ്പർ നൽകുക. അവർ സംസാരിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, മാർഗനിർദ്ദേശം ലഭിക്കട്ടെ, വചനം ലഭിക്കട്ടെ. കർത്താവിനാൽ നിറഞ്ഞ്, യേശുവിനാൽ നിറഞ്ഞ് ജീവൻ പ്രാപിക്കട്ടെ. അവർക്ക് വഴികൾ തുറക്കട്ടെ. യേശുവിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ. അതിനാണ് ഈ പ്രാർത്ഥനാ ഗോപുരം. ടെലഫോൺ പ്രാർത്ഥനാ ഗോപുരത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ സഹായിക്കുക. പ്രാർത്ഥനാ പടയാളികൾക്കായി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനാ പടയാളികളെ പിന്തുണയ്ക്കുക. നിങ്ങളുടെ സംഭാവനയാൽ ഇത്രയും പ്രാർത്ഥനാ യോദ്ധാക്കൾ പോഷിപ്പിക്കപ്പെടുന്നു.
ഇത് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഫോൺ നമ്പറിൽ വിളിക്കാം. ഇമെയിലിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകൾ എനിക്ക് അയക്കാം. കൂടാതെ ഡയൽ എ പ്രെയർ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാം. കർത്താവ് ഇതിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Precious Sister Annama George from Trivandrum, thank you so much for your thank offering, which is a blessing to millions of people. പ്രിയ സഹോദരി, നിങ്ങൾ കൃതജ്ഞതയോടെ നൽകിയ സ്തോത്ര കാഴ്ചയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുന്നു. According to Exodus 33:19, God says, I'll cause all my goodness to pass in front of you, and I will proclaim my name, the Lord, in your presence. പുറപ്പാട് 33:19 പ്രകാരം ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ മഹിമ ഒക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. Lord, bless Sister Annama George. She needs a child. Give it to her, Lord. Let her conceive in Jesus' name by the power of God. Bless her and bless the job, blessing in the family. കർത്താവേ, പ്രിയ സഹോദരിയെ അനുഗ്രഹിക്കണമേ. അവർക്കൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അവർക്കൊരു കുഞ്ഞിനെ അങ്ങ് ദാനമായി നൽകണമേ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയാൽ പ്രിയ സഹോദരി ഗർഭം ധരിക്കട്ടെ. കർത്താവേ, പ്രിയ സഹോദരിയെ അനുഗ്രഹിക്കണമേ. ജോലിയിലും കുടുംബത്തിലും അനുഗ്രഹങ്ങൾ ചൊരിയണമേ. Bless brother Sajib George with good health and blessing in the family. കർത്താവേ, നല്ല ആരോഗ്യം നൽകി പ്രിയ സഹോദരനെ ആശീർവദിക്കണമേ. കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. And let there be transformation in the life of the dear one and blessing in the family. കർത്താവേ, ഈ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ. കുടുംബം അനുഗ്രഹീതമാകട്ടെ. And every evil power leave in Jesus' name. I cast them into hellfire and I release them. Complete deliverance from all the bondages in the name of Jesus. Do a miracle in Jesus' name. Release them, Lord, perfecting everything in their home and taking them to a bigger blessing. Divine protection in Jesus' name. യേശുവിന്റെ നാമത്തിൽ സകല പൈശാചിക ശക്തികളും വിട്ടുപോകട്ടെ. ഞാൻ അവയെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുന്നു. ഞാൻ ഈ പ്രിയപ്പെട്ടവരെ വിടുവിക്കുന്നു. സകല ബന്ധനങ്ങളിൽ നിന്നും ഇവർക്ക് സമ്പൂർണമായ വിടുതൽ ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. സകല ബന്ധനങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ. അവരുടെ ഭവനത്തെ സംബന്ധിക്കുന്ന സകല കാര്യങ്ങളും അങ്ങ് ഭംഗിയായി പൂർത്തീകരിക്കണമേ. വലിയ അനുഗ്രഹങ്ങളിലേക്ക് അവരെ വഴി നടത്തണമേ. അങ്ങയുടെ ദൈവിക സംരക്ഷണം അവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. Amen. God bless you.